ഹിന്ദു പുരാണങ്ങളിലെ ഒരു ഉഗ്രസർപ്പമാണ് തക്ഷകൻ. പറക്കാൻ കഴിയുന്നവനും കൊടിയ വിഷം വഹിക്കുന്നവനുമായ ആ നാഗരാജൻ അതിശയകരമായ ശക്തിയുള്ളവനായിരുന്നു. അഷ്ടനാഗങ്ങളിൽ ഒന്നായ തക്ഷകന് 400 തലകളും ചുവന്ന നിറവുമുണ്ട്. കശ്യപ മുനിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളെല്ലാം സർപ്പങ്ങളായിരുന്നുവെന്നും ഇതിൽപ്പെട്ട തക്ഷകൻ നാഗപ്രമാണികളിൽ ഒരുവനായിരുന്നുവെന്നും മഹാഭാരതം ആദിപർവം 38-ാം അധ്യായത്തിലെ 5-ാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നു. നാഗലോകത്തിൽ ഉൾപ്പെടുന്ന ഗാണ്ഡവപ്രസ്ഥമായിരുന്നു തക്ഷകന്റെ വാസസ്ഥലം. എന്നാൽ പിന്നീട് ഗാണ്ഡവ ദഹനത്തെ തുടർന്ന് ഇന്ദ്രന്റെ അടുത്തേക്ക് പലായനം ചെയ്യുകയും നാഗലോകത്തെ പ്രധാന നഗരങ്ങളിലൊന്നായ തക്ഷശില ആസ്ഥാനമാക്കുകയും ചെയ്തു. തക്ഷകനെ കുറിച്ചുള്ള പ്രധാന ഐതിഹ്യങ്ങളിലൊന്ന് പരീക്ഷിത് രാജാവിന്റെ മരണത്തെക്കുറിച്ചുള്ളതാണ്. പാണ്ഡവരിൽ അർജുനന്റെ പൗത്രനായ പരീക്ഷിത് മഹാരാജാവിന്റെ മരണത്തിന് കാരണക്കാരൻ തക്ഷകനാണ്. ഒരിക്കൽ വേട്ടയ്ക്ക് പോയ പരീക്ഷിത് മഹാരാജാവ് ദാഹം സഹിക്കാതെ ശമിക മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും ധ്യാനത്തിലിരുന്ന മഹർഷി പ്രതികരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ രാജാവ് സമീപത്ത് കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ മാലയായി അണിയിച്ചു. ഇതിൽ കോപിഷ്ഠനായ മഹർഷിയുടെ മകൻ ശൃംഗി രാജാവിനെ 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു കൊല്ലുമെന്ന് ശപിച്ചു. ശാപം കേട്ട് പശ്ചാത്താപ വിവശനായ പരീക്ഷിത് രാജാവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രിമാരുടെ സഹായത്തോടെ 7 നിലമാളിക പണിത് അതിനുള്ളിൽ ഒളിച്ചു. 7-ാം ദിവസം തക്ഷകൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ കൊട്ടാരത്തിലെത്തി. തുടർന്ന് പഴത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു പുഴുവിന്റെ രൂപം സ്വീകരിക്കുകയും ചെയ്തു. രാജാവ് ആ പഴം എടുത്തപ്പോൾ തക്ഷകൻ പുഴുവിന്റെ രൂപത്തിൽ ആ ഫലത്തിൽ നിന്നും പുറത്തു വന്ന് യഥാർത്ഥ രൂപം ധരിക്കുകയും രാജാവിനെ കടിക്കുകയും ചെയ്തു.